നമസ്കാരം. 10 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന സിനിമാ തിയേറ്ററുകൾ ജനുവരി 13 ബുധനാഴ്ച തുറന്ന് വീണ്ടും സജീവമാവുകയാണ്. തിയേറ്ററുകളിൽ ആദ്യമെത്തുന്നത് സൂപ്പർ സ്റ്റാർ വിജയുടെ മാസ്റ്റർ എന്ന ചിത്രമാണ്. ആവേശങ്ങളും ആർപ്പുവിളികളും തീർക്കാൻ ഓരോ സിനിമാശാലകളും സിനിമാ പ്രേക്ഷകനെ കാത്തിരിക്കുകയാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഇളയ ദളപതി വിജയിലെ മാസ്റ്റർ എന്ന സിനിമയാണ് ഇവിടെ റിലീസ് ചെയ്തത്. അതിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. എന്താണ് ബഹളം? അതിന്റെ ഒരു ആഘോഷത്തിലാണ് അല്ലേ? വിജയ് ഫാനാണല്ലേ? എത്ര കാലമായി വിജയിന്റെ ചിത്രങ്ങൾ കണ്ടുപിടി? 5-6 കൊല്ലായി. ഓക്കെ. വിജയാണെന്റെ 64ാമത്തെ പടമാണ്. അപ്പോ കുറെ 9-10 മാസത്തെ വെയിറ്റ് ചെയ്തിട്ടാണ് പടമാണ്. അപ്പോ കുറെ ആകാംക്ഷയുണ്ട്. നമസ്കാരം. വിജയ് ഫാൻസ് അസോസിയേഷന്റെ അല്ലേ അംഗങ്ങളും സെക്രട്ടറിയൊക്കെയാണ് നിങ്ങൾ അറിയാം. പേരെന്താ? സമിത്ത്. ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റർ നമ്മൾ ഉണരുകയാണ് അല്ലേ? ഒരുപാട് സിനിമാ താരങ്ങൾ അരങ്ങുവാണ്, അല്ലെങ്കിൽ നമ്മൾ ആർപ്പ് വിളികളോടെ കൈയടിച്ച ഈ തിയേറ്ററുകൾ നാളെ ഒരു പുനർജീവൻ വെക്കുകയാണ് അല്ലേ? അപ്പൊ അതിന്റെ തുടക്കം നമ്മുടെ ഇളയ ദളപതി വിജയ് പടത്തോടുകൂടി ആരംഭിക്കാൻ മാസ്റ്റർ പടത്തിനെ കുറിച്ചും ആ വിജയ് സാറിനെ കുറിച്ചും 2 വാക്ക്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മള് എത്രയോ ലോക്ക്ഡൌണിന് ശേഷം വരുന്ന നമ്മള് തിയേറ്ററുകാർക്കും ഇതെല്ലാവർക്കും ഒരു പുതുജീവൻ കൊടുക്കുന്ന ഒരു പടവും കൂടിയാണ്. അപ്പൊ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സാഹചര്യമായിരുന്നു അല്ലേ? അപ്പോ ഇപ്പൊ തിയേറ്റർ തൊഴിലാളികൾക്കും എല്ലാവർക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ മാസ്റ്റർ എന്ന സിനിമ ഒരു മാസ് പടമായിരിക്കും അല്ലേ? മാസല്ല, അതുക്കും മേലെയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ത്രില്ലിലാണ് നിങ്ങൾ? വളരെ വലിയ ത്രില്ലിലാണ്. ചെറുതൊന്നും. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്? പറ്റാത്തൊരു ത്രില്ലാണ് നമ്മളെ. ഓക്കെ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്? ഒരുക്കങ്ങൾ ഇപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഓരോ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം വലിയ ഇതൊന്നും നടത്താൻ പറ്റില്ല. നമ്മുടെ ഓരോരുത്തരും അതിന്റെ സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഇപ്പൊ എങ്ങനെ ടിക്കറ്റ് ഒക്കെ ഫുള്ളായോ? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ് അല്ലേ ആൾക്കാരൊക്കെ? ഇപ്പോ ടിക്കറ്റ് കിട്ടാത്തവർ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ വേൾഡ് വൈഡ് റിലീസാണ് അല്ലേ? വേൾഡ് വൈഡ് റിലീസും കൂടി. അപ്പൊ നാളെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ. അപ്പൊ അവർ കാത്തിരിപ്പോടും അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും. സിനിമാ രംഗത്തെ സാങ്കേതിക പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും തിയേറ്റർ തൊഴിലാളികൾക്കും ആശ്വാസം പകരുന്ന ഒരു നല്ല തീരുമാനമെടുത്ത കേരള സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്.